ഇന്ന് സദ്യ സ്പെഷ്യലായ പുളിയിഞ്ചിയാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇഞ്ചി നമ്മുടെ ചോപ്പറിൽ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു 6-7 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും നമ്മൾ അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള നമ്മുടെ പുളിയെടുത്ത് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊന്ന് നല്ലതായിട്ട് അലുത്ത് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. കൂട്ടുകാരെ, ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ്. അരിഞ്ഞ് വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നല്ലതായിട്ട് ചുമക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇഞ്ചിയെല്ലാം വഴന്നിട്ട് ഈ സമയത്ത് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കായപ്പൊടി ഇട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി തീ കുറച്ച് വെക്കണം. ഈ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരട്ടെ. ഈ പുളി ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കതിലേക്ക് ശർക്കര ഇടാം. ഇപ്പം നമ്മുടെ ഇഞ്ചി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര പൊടിച്ചെഴുതി, കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ പൊടിയായിട്ട് ചേർക്കാവുള്ളൂ. കല്ലുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് അലിയിപ്പിച്ച് അതിനെ ഒന്ന് അരിച്ചെടുക്കണം. എൻ്റെ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇളക്കി ഇതൊന്ന് കുറുകണം. കുറുകിക്കഴിഞ്ഞ് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ആറിയിട്ട് ടൈറ്റ് നമ്മൾ അച്ചാറൊക്കെ വെക്കുന്ന പോലെ നല്ലൊരു ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് സദ്യക്കൊപ്പം നമുക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.